നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രഘു സാറേ, ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഇറങ്ങാലോ അല്ലേ? ശിവാനന്ദൻ, ഞങ്ങൾ നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ഒരു മറുപടി കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യം കിട്ടുമോ? നിങ്ങളുടെ മകനെക്കുറിച്ച് ഇനി നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയണ്ട. അവനൊരു ഭ്രാന്തനാ, ഒരു പക്കാ ക്രിമിനൽ. സത്യത്തിൽ നിത്യയെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ അവള് സമ്മതിക്കില്ലല്ലോ. അവൾക്ക് പറയാനുള്ളത് മുഴുവൻ ദാ അമ്മയുടെ സംരക്ഷണത്തെക്കുറിച്ചാ. ആന്റി, ബലമായ ചേച്ചി ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാത്തത് ആന്റി ഓർത്ത് മാത്രമാ. ചേച്ചിയുടെ കാര്യത്തില് ആന്റിയിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങളോടൊക്കെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. നിത്യമോൾ എന്റെ പ്രാണന്റെ ഭാഗമാ. എന്റെ പ്രാണൻ എടുത്തിട്ടല്ലാതെ അവളെ ദ്രോഹിക്കാൻ ആർക്കും പറ്റില്ല. എന്റെ ജീവൻ കളഞ്ഞിട്ടായാലും അവളെ ഞാൻ സംരക്ഷിക്കും. ചേച്ചി പറയുന്നത് സത്യമാ. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാ. പക്ഷേ ആ സ്നേഹം മാത്രം പോരല്ലോ, ഞങ്ങളുടെ ചേച്ചിക്കും ജീവിക്കണ്ടേ. ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചതും ജീവിച്ചതും വലിയ വലിയ സമ്പന്നതയിലൊന്നുമല്ല. പക്ഷേ അവളുടെ മുഖത്ത് കളിയും ചിരിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ മനസ്സിനൊരു വിഷമം തട്ടുമ്പോ അവളെയാണ് വിളിക്കുക. കുറച്ചേരം അവളോടൊന്ന് സംസാരിച്ചാ ഒരു സമാധാനം കിട്ടും. പക്ഷേ ഇപ്പോ ചുറ്റുള്ളവർ മുഴുവൻ ഇരുന്ന് സമാധാനിപ്പിച്ചാലും അവളുടെ മനസ്സിൽ തീ കെടാത്ത അവസ്ഥയാ. ശിവാനന്ദൻ, സത്യത്തിൽ എനിക്ക് തിരിച്ചു പോകാൻ സമയമായതാണ്. ഇവിടുത്തെ അവസ്ഥ അല്പം പ്രശ്നമായതുകൊണ്ടാണ് ലീവ് നീട്ടിക്കിട്ടാൻ അപേക്ഷിച്ചത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പേടിക്കാതെ പോയിക്കോളൂ. ഞങ്ങള് പേടിക്കാതെ പൊക്കോളാ രഘു സാറേ. പക്ഷേ ഞങ്ങളുടെ കൊച്ചിന്റെ പേടി ആര് മാറ്റും? ശിവേട്ടാ, ഇവരോട് പറയാനുള്ളതൊക്കെ പറഞ്ഞോ? നമ്മളെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്നിടത്തോളം കാലം മോനും അച്ഛനും അമ്മയും കൂടി നമ്മളെ പറ്റിക്കും. ദേ, ഇത് തന്നെ. ഞാൻ എന്തെങ്കിലും ഉച്ചത്തിൽ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അയ്യാ നളിനി വാ പൊത്തിക്കോന്ന് അങ്ങോട്ട് പറയും. എന്നിട്ട് കൺമുൻപിൽ നടക്കുന്നതോ ആർക്കെങ്കിലും സഹിക്കുന്ന കാര്യമാണോ? ഒരു ബന്ധാകുമ്പോഴേ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വേണം, അതുപോലെ പേടിയും വേണം. ഒരു കൂട്ടർ ഒതുങ്ങിയാല് അടുത്ത കൂട്ടർ അവരുടെ തലക്കേറി നിരങ്ങും. അതൊരു നാട്ടു നടപ്പാണല്ലോ. മതി നളിനി, നമുക്കിറങ്ങാം. ചെല്ലട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.